പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇനി പുതിയ മേൽവിലാസം. സേവാതീർത്ത് എന്ന പേരിലെ പുതിയ ഓഫീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇതാദ്യമായാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മേൽവിലാസം മാറുന്നത്. പുതിയ ഓഫീസിൽ ആദ്യ ഫയലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പിട്ടു. ഡൽഹിയിൽ നിന്ന് PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊരു മാറ്റം? അമൃത, അല്പസമയം മുമ്പാണ് പുതിയ ഓഫീസിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയിരിക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം അല്പസമയം മുമ്പ് അദ്ദേഹം തന്നെ നടത്തിയിരുന്നു. സേവാതീർത്ത് 1 എന്നതാണ് പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസിന്റെ പേര്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മേൽവിലാസം മാറുന്നത്. എന്തായാലും ഓഫീസിലെത്തിയ പ്രധാനമന്ത്രി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ആദ്യ ഫയലിൽ പ്രധാനമന്ത്രി ഒപ്പിട്ടിരിക്കുകയാണ്. സ്ത്രീകളെയും അതുപോലെ തന്നെ യുവാക്കളുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയിലാണ് പ്രധാനമന്ത്രി ഒപ്പിട്ടതായി നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗം ആ സൗത്ത് ബ്ലോക്കിൽ ചേർന്നിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് പിന്നാലെ കഴിഞ്ഞ 78 വർഷങ്ങളായി സൗത്ത് ബ്ലോക്കിലായിരുന്നു ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയവും പ്രവർത്തിച്ചിരുന്നത് സൗത്ത് ബ്ലോക്കിലാണ്. ഇതോടൊപ്പം തന്നെ ധനകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ കർത്തവ്യപഥ് 1 അതുപോലെ തന്നെ കർത്തവ്യപഥ് 2 എന്ന ഓഫീസുകളിലേക്ക് മാറ്റിയിരുന്നു. ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിച്ചിരിക്കുകയാണ്. എന്തായാലും കൊളോണിയൽ ഇത്തരത്തിൽ പൈതൃകം ഇല്ലാതാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിനൊപ്പം ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റ് എന്നിവ പ്രവർത്തിക്കും. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം ആദ്യ ഫയലിൽ പുതിയ ഓഫീസിൽ നിന്ന് ഒപ്പിട്ടിരിക്കുകയാണ്. സേവാതീർത്ത് എന്നതാണ് പുതിയ ഓഫീസിന്റെ പേര്. അതിന്റെ സേവനങ്ങളുടെ പുണ്യസ്ഥലം എന്നതാണ് ഈ ഓഫീസിന്റെ പുതിയ പേര് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്തായാലും പ്രവർത്തനം ആരംഭിച്ചു. വൈകുന്നേരം 6 മണിക്ക് ഒരു പൊതുസമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.